തിരുവല്ല രാമഞ്ചിറ മുതൽ പെരുന്തുരുത്തി വരെ ഓടി വന്ന ഒരു വാഹനമാണ് ഈ ബോണറ്റൊക്കെ ഓപ്പൺ ആക്കി വെച്ച് നിൽക്കുന്നത്. അതിന്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇത്രയും ദൂരം ഓടിയ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആയിരിക്കുന്നു. അവർക്ക് ആ വണ്ടിയിൽ തുടർന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അത്ര സ്ലോ മൂവിംഗ് ആണ് ഈ ഒരു കിലോമീറ്ററിൽ താഴെയുള്ള ദൂരത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നഗരത്തിലെ ഈ കാണുന്ന തുണിക്കടയിലേക്ക് ആളുകൾ യഥേഷ്ടം ക്രോസ് ചെയ്യുകയും വണ്ടി പാർക്ക് ചെയ്യുകയും എല്ലാം ചെയ്യുന്നതിന് റോഡിന് തലങ്കം വിലങ്കം സെക്യൂരിറ്റിമാരെ നിർത്തി റോഡ് തടയുകയും ഓരോ സെക്കൻഡിലും 2-3 തവണ തടയുന്ന കാഴ്ചകൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കും. ഒരു സ്വകാര്യ സ്ഥാപനം വളരുന്നതിൽ നമുക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, വഴിയിൽ എത്രയധികം യാത്രക്കാരാണ് ഈ സ്ഥാപനത്തിന് മുന്നും പിന്നുമായിട്ട് ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നത്. ആളുകൾ എന്തിനാണ് ഒരു സ്ഥാപനത്തിൽ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം ബുദ്ധിമുട്ടുന്നത്? സ്വകാര്യ സെക്യൂരിറ്റി ഉപയോഗിച്ച് ഇങ്ങനെ റോഡ് ടാക്സ് അടച്ചു പോകുന്ന എല്ലാ ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ച് നിമിഷം തോറും റോഡ് തടഞ്ഞ സെക്യൂരിറ്റിമാരെ ഉപയോഗിച്ച് ഇങ്ങനെ ട്രാഫിക് മൊത്തം അലങ്കോലപ്പെടുത്തുന്ന ഇവിടുത്തെ അധികാരികളുടെ കണ്ണിൽ പെടാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ? എന്തായാലും അവരിതിന് പാരലായ ഒരു പരിഹാരം കണ്ടെത്തണം. അല്ലാതെ ഈ റോഡിൽ പോകുന്ന ഈ മൊത്തം വ്യക്തികളെ, ഇനി ഒരു സീസണൽ ടൈമാണ്, ഓണം മുഴുവൻ തിരുവല്ല വഴി പോകുന്ന ആളുകളെ മൊത്തം ഇങ്ങനെ ദുരിതത്തിലാക്കേണ്ട കാര്യമുണ്ടോ? ഈ ഒരു ജംഗ്ഷൻ ഒഴിവാക്കി നമുക്കൊരിക്കലും തിരുവല്ല കടന്നു പോകാൻ ചങ്ങനാശ്ശേരിക്കോ കോട്ടയത്തിനോ ആലപ്പുഴയ്ക്കോ ഒന്നും പോകുവാൻ സാധിക്കാത്തടത്തോളം കാലം എനിക്ക് തോന്നുന്നത് ഈ ഒരു ജംഗ്ഷനിൽ സത്യം പറഞ്ഞാൽ അധികാരികൾ ഇടപെട്ട് ഡിവൈഡർ സ്ഥാപിക്കണമെന്നാണ്. ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടുന്ന് വോട്ട് വാങ്ങിച്ചു പോയവർ ഈ ജനത്തോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒരു സ്വല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം, ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. ഇവിടെ റോഡിൽ എനിക്ക് തോന്നുന്നു മുത്തൂർ മുതൽ പന്നിക്കുഴി പാലം വരെയെങ്കിലും റോഡിന്റെ സെന്ററിൽ ഡിവൈഡർ സ്ഥാപിച്ചാൽ ഈ റോഡിലെ തിരക്ക് അതിന്റെ പകുതിയായിട്ട് കുറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം ഇത് വളരെ മോശമായ ഒരു പരിപാടിയാണ് തിരുവല്ലയിൽ ഈ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എത്ര നേരമാണ് ഇവിടെ ആളുകൾ, ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്ത് ബുദ്ധിമുട്ടിയാണെന്ന് ഒരു 10 മിനിറ്റ് ഈ ജംഗ്ഷനിൽ ചെലവഴിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും അധികാരത്തിലിരിക്കുന്നവർ കണ്ണു തുറക്കുകയും ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഒരല്പം ചിന്തിക്കുവാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. E20 പെട്രോൾ അടക്കമുള്ള സാമൂഹിക ദുരന്തങ്ങൾ പേറിക്കൊണ്ടാണ് ഓരോ വണ്ടിയും കടന്നു പോകുന്നത്. അപ്പോഴാണ് ഈ വണ്ടിയൊക്കെ ഇത്രയും ഹീറ്റ് ആകുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാമൂഹിക ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി വരുന്ന ജനത്തെ പിന്നെയും കഷ്ടപ്പെടുത്തുന്ന ഈ നടപടി ഒരു വട്ടം കൂടി ആലോചിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.